കിടക്കുക, ഇതിന് ഇംഗ്ലീഷിൽ ടു ലൈ എന്നാണ് പറയുക. പക്ഷെ കിടന്നു എന്ന് പാസ്റ്റ് ടെൻസിൽ പറയാൻ ലേ എന്ന് വരും. അപ്പോൾ അവൾ ബെഡിൽ കിടന്നു, ഷീ ലേ ഓൺ ദ ബെഡ്. പക്ഷേ ആരെയെങ്കിലും കിടത്തുക അല്ലെങ്കിൽ എന്തിനെങ്കിലും താഴെ വയ്ക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ടു ലേ എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ പാസ്റ്റ് ടെൻസും ഈ പ്രസൻറ്റ് ടെൻസും സെയിം ആണ് കേട്ടോ. ഇനി കിടത്തി എന്ന് പറയണമെങ്കിൽ ലേഡ് എന്ന് വരും. അവൾ കുട്ടിയെ ബെഡിൽ കിടത്തി, ഷീ ലേഡ് ദ ചൈൽഡ് ഓൺ ദ ബെഡ്. ഇനി ഇത് നോക്കൂ, കളവ് പറയുക എന്ന് പറയില്ലേ, അതിന് ടു ലൈ എന്ന് വരും. പക്ഷേ കളവ് പറഞ്ഞു എന്ന് പാസ്റ്റ് ടെൻസിൽ പറയാൻ ലൈഡ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ അവൾ എന്നോട് കളവ് പറഞ്ഞു എന്നതിന് ഷീ ലൈഡ് ടു മീ എന്ന് പറയും. അപ്പോൾ ഒരു ചോദ്യം, ഞാൻ ബുക്ക് താഴെ വെച്ചു, ഐ സ്പേസ് ദ ബുക്ക് ഡൗൺ. അവിടെ ലൈഡ് ആണോ ലേ ആണോ ലേഡ് ആണോ വരിക? കമൻറ്റ് ചെയ്യൂ.